നിർണായകമായ ദേശീയ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സംഘർഷം രൂക്ഷമാകുന്നു. ഫെബ്രുവരി 12-ന് നിശ്ചയിച്ചിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള പോരാട്ടം തെരുവുകളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പുതിയ സംഘർഷങ്ങൾ ഉടലെടുത്തത്. ബംഗ്ലാദേശ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 2024-ലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയുണ്ടായ ഈ ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തെയും ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും BNP പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിക്കിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തുവെന്ന BNP പ്രവർത്തകരുടെ ആരോപണമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. BNP പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ രംഗം വഷളാവുകയായിരുന്നു. സായുധരായ ഇരുവിഭാഗം പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടി. ഈ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ നിന്നുമായി 40-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പലരുടെയും പരിക്ക് ഗുരുതരമാണ്. പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ബംഗ്ലാദേശിലെ 12.7 കോടി വോട്ടർമാർ ഫെബ്രുവരി 12-ന് പോളിംഗ് ബൂത്തിലെത്തും. ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലോടെ അവാമി ലീഗ് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ 2 പ്രധാന രാഷ്ട്രീയ ശക്തികളായ BNPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. 300 പാർലമെന്റ് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പുതിയ ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടാകും. ഇതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായുള്ള ജൂലൈ നാഷണൽ ചാർട്ടർ സംബന്ധിച്ച റഫറൻഡവും അന്നേ ദിവസം തന്നെ നടക്കും എന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇടക്കാല സർക്കാരിന്റെ തലവനും നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനുസിന് ഈ തിരഞ്ഞെടുപ്പ് വലിയൊരു പരീക്ഷണമാണ്. സമാധാനപരവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധവും യൂനുസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. 9ാമത് ശമ്പള കമ്മീഷൻ ശുപാർശകൾ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് 100 കണക്കിന് ഉദ്യോഗസ്ഥരാണ് മുഹമ്മദ് യൂനുസിന്റെ ഔദ്യോഗിക വസതിയായ യമുനയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധം അക്രമാസക്തമായതോടെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ശമ്പള വർധനവ് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കണമെന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം. പുതിയ സർക്കാർ വന്നാൽ നടപടികൾ നീണ്ടുപോകുമെന്ന് ഇവർ ഭയപ്പെടുന്നു. ഈ സംഘർഷത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശ് ബോർഡ് ഗാർഡ് ഉൾപ്പെടെയുള്ള സായുധ സേനയാണ് നഗരത്തിന്റെ സുരക്ഷയ്ക്കായി നിലവിൽ നിയോഗിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് 72 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അവാമി ലീഗിന്റെ അഭാവത്തിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ നേതൃത്വത്തിലുള്ള BNPയും വലിയ സ്വാധീനമുള്ള ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബലപരീക്ഷണം രാജ്യത്തെ വീണ്ടും ഒരു അസ്ഥിരതയിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അക്രമങ്ങൾ അടിച്ചമർത്തുമെന്നും വോട്ടർമാർക്ക് ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉറപ്പു നൽകുന്നു. എന്നാൽ അടിത്തട്ടിൽ രാഷ്ട്രീയ പകപോക്കലുകൾ തുടരുന്നതിനാൽ ഫെബ്രുവരി 12-ന് നടക്കുന്ന വോട്ടെടുപ്പ് ബംഗ്ലാദേശിന് അഗ്നിപരീക്ഷ തന്നെയായിരിക്കും.